എന്റെ അമ്മേ. എന്തൊരു കീറാണാ പാഞ്ചിയത്? ഇത് വല്ലൊരു കീറാണാ? നമ്മുടെ ബോംബെയുടെ കീറലായിരുന്ന അത് കറക്റ്റ്. അത് പറയുമ്പോ കണ്ട രോമൊക്കെ എഴുന്നേറ്റ് സല്യൂട്ട് അടിക്കണ. ഇത്രയും മുട്ടം കാട്ടൻ ഡയലോഗ് അമിതാഭ് ബച്ചൻ പോലും പറഞ്ഞിട്ടില്ല. ഇപ്പോഴല്ലേ ബോംബെ ഒറിജിനൽ ബോംബെ ആയത്. മോനെ ഷായി, നീ എന്താണ് കുട്ടി തിരിച്ചു നിൽക്കണത്? ഇങ്ങനെ നിന്ന വണ്ടിപ്പേറ്റ സാജി കുണ്ടിപ്പേറ്റ സാജിയാവും. അത് കറക്റ്റ്. എക്സ്ക്യൂസ് മീ, എനിക്കൊരു എളിയ ആഗ്രഹമുണ്ട്. ബോംബെയുടെ ആ സുനയൊന്ന് കാണിച്ചു തരാമോ? ആശാന് കാര്യം പറയുമ്പോ കോമഡി ക്ലാപ്പിക്കരുത്. ഞാൻ ജീവിതത്തിൽ ഇന്നേ വരെ ഒരു ത്വാക്ക് കൈകൊണ്ട് തൊട്ടിട്ടില്ല. നീ തോക്ക് കൈകൊണ്ട് തൊട്ടിട്ടില്ല. ഞാൻ പണ്ട് കണ്ണൂർ സെൻട്രൽ ജയിലിൽ തോരനുണ്ടാക്കി തിന്ന്. ഇനി കണ്ണൂരിന്റെ കാര്യം പറഞ്ഞാലാ മച്ചു ആ തോക്കെന്ന് കാണിച്ചു കൊടുത്തേ. अरे वो सांबा, आप तो गोली खाओ. കള്ളത്വാക്കായിരുന്നല്ലേ? കള്ളത്തോക്കായിരുന്ന എടാ ബോംബെ ആക്ടിങ് ആയിരുന്നല്ലേ? ബോംബെക്കാരനല്ലടാ, ആറ്റം ബോംബ്, ആറ്റം ബോംബ്. ഇനി കൊച്ചിയിൽ നമ്മളൊരു കലക്ക് കലക്കും. കൊച്ചി മാത്രമല്ല, മരട്, മാമംഗലം, മട്ടാഞ്ചേരി, പനങ്ങാട്, പരമ്പുകാട്, പാടം, മുരിക്കുംപാടം, വല്ലാറുപാടം, വയറ്റിലെ വൈപ്പിങ്കര, കണ്ണമാലി, കടമക്കുടി, കുമ്പളങ്ങി, തേവര, തമ്മനം, തോപ്പും പടി. ഇനി നമ്മളിവിടെ കിടന്നൊരു ചെതറ് ചെതറും. എറണാകുളം നമ്മള് കുളമാക്കി എടുക്കും. എന്താ ആരുടെ എവിടെ നോക്കിട്ടണം? ഒരുപാട് മറ്റെടുത്ത ചവിട്ടാ. അസഫ്യം പറയരുത് മോനെ. ആരുടെ അമ്മ കെട്ടിക്കാൻ പോടാ പന്നി? അങ്ങനെ ചോദിക്കണം. ഇങ്ങോട്ട് ഇറങ്ങി പാടാം. അതാരാശാന് ഈ വന്നിരിക്കുന്നെന്ന് നോക്കിയേ. പാമ്പൂരി സലാം. സലാമുണ്ട് സലാമേ. എന്തടാപ്പ കഴിഞ്ഞോണ ചവിട്ടി മെതിച്ചോന്ന് നിനക്ക് തികഞ്ഞില്ലടാ മോന്നെ. മെതിക്കാനല്ലടാ, ഓ കൊയ്യാൻ വന്നേണ്. അയ്യോ, കൊറേ നാളായില്ലേ സാറന്മാരൊക്കെ ഇവിടെ വിലസാൻ തുടങ്ങിയിട്ടെ. അയ്യോ, ഇനി ഉമ്മക്കൊരു ചാൻസ് കൂടപ്പാ. അയ്യോ, പേടിയാണാശാനെ, പേടിയാണ്. ആ പുതിയ കൂട്ടുകാരൊക്കെ ഉണ്ടല്ലോ, കൊയ്യാൻ കൊണ്ടുവന്നതായിരിക്കും. അപ്പൊ കൊയ്ത്തുപാട്ട് വേണ്ടേ? കൊയ്ത്തുകാരെ, വയലും വീട് പരിപാടിയിലേക്ക് സ്വാഗതം. ഞങ്ങൾ ഇങ്ങനെ ഒരു സമ്മാനം തരാൻ ഇറങ്ങിയതാണ്. അന്ന് പിന്നെ നെഞ്ചത്ത് കയറുന്ന ഗ്രൂപ്പ് ഡാൻസ് കളിച്ചില്ലേ, അതിന്റെ ചെറിയൊരു പ്രൈസായി ട്രോഫി ഉണ്ടാക്കി തരാൻ വന്നേക്കാണല്ലേ? എവിടെ നിന്നാണ് മച്ചു വരവ്? ചാവക്കാടന്നാണ്. കുറച്ച് കൂടി ഇറക്കുമതിയാണ്. കൊച്ചിയിലിപ്പ ഇറക്കുമതി എടുക്കണില്ല, കയറ്റുമതിയുള്ളു. വന്ന സ്ഥിതിക്ക് നീ ഇതാ കുന്നംകുളം ചന്തയിലേക്ക് ഒന്നങ്ങടെ ഇറക്കിക്കണം. കൊറേ നാളായി ഒരു ബോംബെക്കാരന്റെ ബലത്തിലായിരുന്നല്ലോ നിന്റെയൊക്കെ കളി. എവിടാ പന്നി ആ ബോംബെ വാല? തീർത്തേക്കട പന്നിയുടെ മോനെ.
വാളെ കിളവ ഇല്ലടാ ഒന്നും ചെയ്യുന്നില്ല പന്നികളെ. എവിടാ നിന്റെയൊക്കെ ബോംബെ? വിളിക്കാ കാവടി മോനെ, വിളിക്കടാ, വിളിക്കാൻ. ബോംബെ 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 ചവിട്ടി കൂട്ടണവര്. സിനിമാക്കാരെ ഇറങ്ങി വാടാ. ഒരു പാവം പിടിച്ചവന്റെ ജീവിതം കോഞ്ഞാട്ടാക്കിട്ട് നീയൊക്കെ കൊതവും കുത്തി ഉറങ്ങാണടാ. പുരുത്തനെ പൊട്ടനാക്കിയപ്പോ നിനക്കൊക്കെ മതിയായില്ല. ചാൻസ് കൊടുത്തില്ലെങ്കിൽ വേണ്ട. നല്ല ആമ്പിള്ളേരുടെ പടത്തിൽ അവനേക്ക് ഞങ്ങളുടെ മാച്ച്. നിന്റെയൊക്കെ ചീഞ്ഞവിടെ പൊട്ടിപ്പൊളിഞ്ഞ് പാളിസായി പിടിച്ചു. നീയൊക്കെ ഫുട്പാത്തിലിരുന്ന് കിലോക്ക് പത്തേ എന്ന് പറഞ്ഞ് ഷഡ്ഡിക്കച്ചവടം നടത്തും. അപ്പൊ ഞങ്ങ ഒരു വരവ് വരും. എന്തിനാടാ ഷഡ്ഡി വാങ്ങാനാണാ? ഞങ്ങളുടെ മാഷിന്റെ പടത്തിന്റെ പോസ്റ്റർ നിന്റെ നെഞ്ചത്തൊട്ടിക്കാൻ. ആ മാഷിന് നിന്നോടൊക്കെ എന്ത് ദ്രോഹാണാ ചെയ്തത്? സിൽമാടനാകാൻ നോക്കിയാടാ അങ്ങനെ ഇത് തെറ്റ്. ചാൻസ് കിട്ടിയാൽ ഏതവനാണ് ആ സിനിമയിൽ അഭിനയിക്കാത്തത്? ആ മാഷ് സാധനം കാണിച്ചു തരാം. ഓർമ്മക്കട നന്ദി. ഇവനാണ് ഞങ്ങ പറഞ്ഞ നടൻ. ഇവനാണ് നടൻ. നല്ല ഫ്രഷ് പീസാ. തന്റെ അടുത്ത പടത്തിലെ ഹീറോ. ഇനി താൻ പടം പിടിക്കുമ്പോ ഇവനെ നായകനാക്കി പടം പിടിച്ചാ മതി കേട്ടാ. മര്യാദക്ക് ഇവിടെ നിന്ന് ഗത എഴുതിക്കൊള്ളണം. ഗത പുഴുങ്ങി തീർത്താലേ നിലത്തിറക്കൂ. നിലത്ത് വന്നാലല്ലേ മോനെ സമ്മാനം. മതിയുടെ ഡയലോഗ് പുള്ളി എഴുതിക്കോളൂ. ഓജാനെ ഇവിടെ നിന്ന് കഥ പോയിക്കോ. ഞങ്ങൾ പോയിട്ട് വരാം. മാഷ് നിക്ക് അവിടെ നിക്ക്. മിസ്റ്റർ, നിങ്ങൾ എന്താണ് ഈ കാണിക്കുന്നത്? ഒരാളെ അടച്ചുപൂട്ടി കത്തി കാണിച്ചാൽ കഥയുണ്ടാവോ? ഭീഷണിപ്പെടുത്തിയാൽ സിനിമയുണ്ടാവോ? സാർ പ്ലീസ്. എന്ത് ഭ്രാന്താണിത്? സാർ ഇതിലൊന്നും എനിക്കൊരു പങ്കുമില്ല. ഞാൻ പറഞ്ഞിട്ടൊന്നുമല്ല സാർ ഇതൊന്നും ചെയ്തത്. പിന്നെ എന്താണ് ഈ നടക്കുന്നത്? എനിക്കറിയില്ല സാർ.